നമസ്കാരം. ദി ഓപ്പൺ മൈക്കിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഈ നിമിഷം നിങ്ങൾ എവിടെയായിരുന്നാലും വെറുമൊരു നിമിഷത്തേക്ക് നിങ്ങളുടെ ജീവിതം ഒന്ന് സങ്കൽപ്പിക്കുക. വലിയ പ്രതീക്ഷകളോടെ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ തികച്ചും അപരിചിതമായ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു. അതൊരു വലിയ തീരുമാനമാണ്. അതെ, അവിടെ വെച്ച് നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുന്നു, സ്നേഹിക്കുന്നു. ആ വ്യക്തിയെയും ആ പുതിയ രാജ്യത്തെയും നിങ്ങളുടെ സ്വന്തം വീടായി നിങ്ങൾ നെഞ്ചിലേറ്റുന്നു. എല്ലാം ഭദ്രമാണെന്ന് തോന്നിത്തുടങ്ങുന്നൊരു സമയം. അതെ, എല്ലാം സെറ്റായി എന്ന് കരുതുന്ന സമയം. കൃത്യം. എന്നാൽ പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ആ വീടിന്റെ വാതിലുകൾ പുറത്തുനിന്ന് പൂട്ടപ്പെടുകയും സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ പോലും ആകാതെ നിങ്ങളവിടെ പൂർണ്ണമായും തടവിലാക്കപ്പെട്ടാലോ? ചിന്തിക്കാൻ പോലും പേടിയാകുന്ന ഒരവസ്ഥയാണത്. കേൾക്കുമ്പോൾ ഏതെങ്കിലും ഹോളിവുഡ് സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയുടെ കഥയാണെന്ന് തോന്നാം. പക്ഷേ ഇതൊരു യഥാർത്ഥ ജീവിതമാണ്. അതെ, സത്യത്തിൽ നടന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഹ്യൂമൻസ് ഓഫ് ബോംബെ പങ്കുവച്ച ഓൾഗ എന്ന റഷ്യൻ യുവതിയുടെ ഞെട്ടിക്കുന്ന അനുഭവക്കുറിപ്പിലൂടെയാണ് നമ്മൾ ഇന്ന് ഈ പര്യവേഷണത്തിൽ സഞ്ചരിക്കുന്നത്. പ്രണയവും വിശ്വാസവും മാത്രമല്ല നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഒരു രാജ്യത്തെ നിയമസംവിധാനങ്ങൾ, പ്രത്യേകിച്ച് വിസയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ എങ്ങനെയാണ് ഒരാൾക്ക് അനുകൂലമായും മറ്റൊരാൾക്ക് പ്രതികൂലമായും മാറുന്നത് എന്നതിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു ഉദാഹരണം കൂടിയാണ് ഓൾഗയുടെ ജീവിതം. തീർച്ചയായും. വിദേശത്ത് ജീവിക്കുന്ന ഏതൊരാളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന നിരവധി പാഠങ്ങൾ ഈ സംഭവത്തിലുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസമില്ലാത്തവരോ അല്ലെങ്കിൽ ലോകവിവരമില്ലാത്തവരോ ആണ് ഇത്തരം ചതിക്കുഴികളിൽ വീഴുന്നത് എന്നാണ്. അതൊരു പൊതുവായ ധാരണയാണ്. അതെ, എന്നാൽ ഓൾഗയുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ആ ധാരണ പൂർണ്ണമായും മാറും. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. കാരണം ഓൾഗ ഇന്ത്യയിലേക്ക് വരുന്നത് 2015-ലാണ്. അതും വെറുതെ ഒരു വിനോദസഞ്ചാരിയായിട്ടല്ല. അല്ല, പഠിക്കാൻ വേണ്ടിയാണ്. അതെ, ഡൽഹിയിലെ പ്രശസ്തമായ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ, അതായത് JNUവിൽ PhD ചെയ്യുന്നതിനു വേണ്ടിയാണ് അവരെത്തുന്നത്. വളരെ വ്യക്തമായ ലക്ഷ്യബോധമുള്ള നല്ല അക്കാദമിക് പശ്ചാത്തലമുള്ള ഒരു യുവതി. ഇന്ത്യയിലെത്തുന്നതിനു മുൻപ് തന്നെ 2014 അവർ തന്റെ ഭാവി ഭർത്താവിനെ കണ്ടുമുട്ടിയിരുന്നു. ശരിയാണ്. ആ സൗഹൃദം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറി. ഓൾഗ തന്നെ ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് വളരെ സ്വാഭാവികമായി സംഭവിച്ചൊരു പ്രണയമായിരുന്നു അതെന്നാണ്. ഒടുവിൽ 2019 അവർ വിവാഹിതരായി. വിവാഹത്തിന് ശേഷം അവരുടെ ജീവിതം ഇന്ത്യയിലായി അല്ലേ? അതെ, വിവാഹശേഷം ഓൾഗ ചിന്തിച്ചൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞത്, ഇന്ത്യയാണ് എന്റെ വീട്, അവനാണെന്റെ വീട് എന്നാണ്. ഒരു വിദേശ പൗരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു തീരുമാനമെടുക്കുക എന്നത് മാനസികമായി വലിയൊരു സമർപ്പണമാണ്. സ്വന്തം നാടും കുടുംബവും ഉപേക്ഷിച്ച് മറ്റൊരു രാജ്യത്ത് വേരുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പങ്കാളി മാത്രമായിരിക്കും അവരുടെ ഏക ആശ്രയം. കൃത്യം, പങ്കാളി മാത്രമായിരിക്കും ലോകം. ഇവിടെ നമ്മൾ ഇന്ത്യയിലെ വിസ നിയമങ്ങളെക്കുറിച്ച് കുറച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഒരു വിദേശ പൗരൻ ഇന്ത്യക്കാരനെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് സാധാരണയായി സ്പൗസൽ വിസ അല്ലെങ്കിൽ എൻട്രി വിസ, അതായത് എക്സ് വിസ ആണ് ലഭിക്കുക. ഈ വിസയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പൂർണ്ണമായും ഇന്ത്യൻ പങ്കാളിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്നതാണ്. അതായത് ഭർത്താവിനെ ആശ്രയിച്ച്. അതെ, വിസ പുതുക്കണമെങ്കിലോ മറ്റനുമതികൾ ലഭിക്കണമെങ്കിലോ ഇന്ത്യൻ പങ്കാളിയുടെ ഒപ്പും സാന്നിധ്യവും സമ്മതവും നിർബന്ധമാണ്. നിയമവിരുദ്ധമായ കുടിയേറ്റങ്ങളും വ്യാജ വിവാഹങ്ങളും തടയാൻ വേണ്ടിയാണ് രാജ്യം ഇത്തരം കർശനമായ നിയമങ്ങൾ വെച്ചിരിക്കുന്നത്. അതിൽ തെറ്റുപറയാനില്ല. എങ്കിലും ഈ നിയമം ഒരു പങ്കാളിക്ക് മറ്റേയാളുടെ മേൽ അമിതമായ അധികാരം നൽകുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും. അങ്ങനെ വരുമ്പോൾ വിസയുള്ള വ്യക്തി പൂർണ്ണമായും പങ്കാളിയുടെ ഔദാര്യത്തിൽ ജീവിക്കേണ്ടി വരും. അതെ. 2023 നവംബർ വരെ ഓൾഗയുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ സമയത്താണ് അവർ സ്പൗസൽ വിസയ്ക്ക് അപേക്ഷിക്കുന്നത്. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. വിസ നടപടിക്രമങ്ങളുടെ ഭാഗമായി FRRO, അതായത് ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് മുമ്പാകെ ചില ഇന്റർവ്യൂകളും മറ്റും പൂർത്തിയാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഭർത്താവിന്റെ സാന്നിധ്യം അതിൽ വളരെ അത്യാവശ്യമാണല്ലോ. നിർബന്ധമാണ്. 2024 ജനുവരിയിൽ ഈ ഇന്റർവ്യൂ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ആ ഇന്റർവ്യൂവിന് തൊട്ടുമുമ്പ് യാതൊരുവിധ മുന്നറിയിപ്പോ സൂചനകളോ നൽകാതെ ഭർത്താവ് പെട്ടെന്ന് അപ്രത്യക്ഷനായി. ഒന്ന് ആലോചിച്ചു നോക്കൂ. പോവുകയാണ്. രാജ്യത്ത് തുടരണമെങ്കിൽ അത് അത്യാവശ്യമാണ്. ആ സമയത്ത് അതിനേറ്റവും ആവശ്യമുള്ള വ്യക്തി പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു.
ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അവിടെ തുടങ്ങിയാണ് യഥാർത്ഥ പ്രതിസന്ധി. ഭർത്താവ് പെട്ടെന്ന് കാണാതാകുമ്പോൾ ഏതൊരു പങ്കാളിയെയും പോലെ ഓൾഗയും ഭയന്നു. സ്വാഭാവികമല്ലേ? അതെ, എന്തെങ്കിലും അപകടം പറ്റിയോ എന്ന് ആരും ചിന്തിച്ചു പോകും. അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കാമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചുപോയിട്ടുണ്ടാകാമെന്നോ അവർ ചിന്തിച്ചു. അവർ ഉടനെ പോലീസിനെ സമീപിക്കുകയും ഒരു മിസ്സിംഗ് പേഴ്സൺ പരാതി നൽകുകയും ചെയ്തു. പോലീസ് അന്വേഷണവുമായി അവർ പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനപ്പുറം ഓൾഗ നേരിട്ടൊരു വലിയ നിയമക്കുരുക്കുണ്ട്. ഭർത്താവില്ലാതെ വിസ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയില്ല. വിസയില്ലാതെ ഇന്ത്യയിൽ തുടരുന്നത് നിയമവിരുദ്ധവുമാണ്. അപ്പോൾ അവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ലേ? അതാണ് പ്രശ്നം. പോലീസ് അന്വേഷണം നടക്കുന്നതുകൊണ്ടും വിസയുടെ സ്റ്റാറ്റസ് വ്യക്തമല്ലാത്തതുകൊണ്ടും അവർക്ക് രാജ്യം വിട്ടുപോകാനും കഴിയില്ല. പൂർണ്ണമായും ശൂന്യതയിലായ അവസ്ഥ. എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു കുരുക്ക്. ഓൾഗയുടെ സ്വന്തം വാക്കുകളിൽ പറഞ്ഞാൽ, ഞാൻ എല്ലാ അർത്ഥത്തിലും കുടുങ്ങിപ്പോയി എന്നായിരുന്നു അത്. കയ്യിൽ പണമില്ല, സ്വന്തമെന്ന് പറയാൻ അവിടെ മറ്റു ബന്ധുക്കളുമില്ല, ആരുമില്ല. ഇതിൽ ഏറ്റവും സങ്കടകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഓൾഗയെ സഹായിക്കാൻ മുന്നോട്ടു വന്ന അവരുടെ ചില സുഹൃത്തുക്കൾക്ക് പോലും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നു എന്നത് ഈ സാഹചര്യത്തിന് ഭീകരത വെളിവാക്കുന്നു. അതെ, അവിടെയാണ് മറ്റൊരു നിയമം വരുന്നത്, സി ഫോം. ശരിയാണ്. ഇന്ത്യയിൽ വിദേശികൾക്ക് താമസ സൗകര്യം നൽകുമ്പോൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതാണ് സി ഫോം. വിസ കാലാവധി കഴിഞ്ഞതോ അല്ലെങ്കിൽ വിസ പ്രശ്നങ്ങളുള്ളതോ ആയ ഒരാളെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുന്നത് നിയമപരമായി വലിയ കുഴപ്പങ്ങളുണ്ടാക്കും. അത് സുഹൃത്തുക്കൾക്കും പ്രശ്നമാകും. തീർച്ചയായും. അതുകൊണ്ടുതന്നെ ഓൾഗയെ സഹായിക്കാൻ ശ്രമിച്ച പല സുഹൃത്തുക്കൾക്കും അവരുടെ താമസസ്ഥലം പോലും ഒഴിയേണ്ടി വന്നു. കഷ്ടം. സുഹൃത്തുക്കൾ പോലും അവരെ സഹായിക്കാൻ ഭയക്കുന്നൊരു സാഹചര്യം. ഈ നരകതുല്യമായ അവസ്ഥയിലൂടെ 6 മാസമാണ് അവർ കടന്നുപോയത്. 6 മാസം. ഒരു വശത്ത് വിസ പ്രശ്നം, മറുവശത്ത് ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന്റെ വൈകാരികമായ ആഘാതം, ഇതിനെല്ലാം കൂട്ടിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും. ഈ അവസ്ഥയിൽ ഒരാളുടെ മാനസിക നില എത്രത്തോളം തകർന്നു പോകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നാൽ ഈ കഥയിലെ ഏറ്റവും അവിശ്വസനീയമായ വഴിതിരിവ് നടക്കുന്നത് ഈ 6 മാസങ്ങൾക്ക് ശേഷമാണ്. തന്റെ ഭർത്താവ് മരിച്ചുപോയെന്ന് വിശ്വസിച്ച് വിലപിച്ചിരുന്ന ഓൾഗ സോഷ്യൽ മീഡിയയിലൂടെ പെട്ടെന്നൊരു കാര്യം കണ്ടെത്തുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അതെ, ജീവിച്ചിരിപ്പുണ്ട്. ഇൻസ്റ്റഗ്രാമിലോ മറ്റോ യാദൃശ്ചികമായി കണ്ടൊരു പോസ്റ്റിലൂടെയാണ് ഈ ഞെട്ടിക്കുന്ന സത്യം അവർ അറിയുന്നത്. ഭർത്താവ് എവിടെയായിരുന്നറിയാമോ? എവിടെയായിരുന്നു? ഹിമാലയൻ നിരകളിൽ. അതും വെറുമൊരു വിനോദസഞ്ചാരിയായിട്ടല്ല, കാവിയുടുത്ത് ഒരു സന്യാസി വേഷത്തിൽ. സന്യാസിയോ? അതെ, മലനിരകളിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വഴികാട്ടിയായി ആത്മീയതയുടെയും സമാധാനത്തിന്റെയും പരിവേഷമണിഞ്ഞ് അയാൾ ജീവിക്കുകയായിരുന്നു. ഈ വിരോധാഭാസം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെ ഡൽഹിയിൽ സ്വന്തം ഭാര്യ പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങുമ്പോഴും നാടു കടത്തപ്പെടുമെന്ന ഭയത്തിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും ഈ മനുഷ്യൻ അവിടെ പർവ്വതങ്ങളിൽ സമാധാനത്തിന്റെ പ്രതീകമായി സന്യാസി ജീവിതം നയിക്കുകയായിരുന്നു. എത്രത്തോളം ക്രൂരമായൊരു തമാശയാണിത്. സത്യത്തിൽ ഒരു മനുഷ്യൻ എത്രത്തോളം യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമാണിത്. ഭാര്യ അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് അയാൾക്ക് നന്നായി അറിയാമായിരുന്നിട്ടും അയാൾ തിരിഞ്ഞു നോക്കിയില്ല. ഇല്ല, ഒട്ടും നോക്കിയില്ല. ഈ സോഷ്യൽ മീഡിയ കണ്ടെത്തലിന് ശേഷം അയാൾ തിരികെ വരുന്നു എന്നതാണ് കഥയുടെ അടുത്ത ഘട്ടം. അയാൾ വന്ന് ഓൾഗയോട് മാപ്പ് ചോദിക്കുന്നു. തനിക്ക് വലിയൊരു തെറ്റുപറ്റിയെന്നും എല്ലാം ശരിയാക്കാമെന്നും അയാൾ വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെ പലർക്കും തോന്നാവുന്നൊരു സംശയമുണ്ട്. എന്താണത്? ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഓൾഗ എന്തിനാണ് അയാളെ വീണ്ടും സ്വീകരിച്ചത്? അത് വളരെ സ്വാഭാവികമായൊരു ചോദ്യമാണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നും, ഇത്രയും ചതിച്ചവനെ എന്തിനു വീണ്ടും കൂടെ കൂട്ടണം? അതെ, ആർക്കും തോന്നും. എന്നാൽ മാനസികമായി തളർന്നിരിക്കുന്ന, അന്യനാട്ടിൽ ഒറ്റപ്പെട്ടുപോയ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെ സൈക്കോളജിയിൽ ട്രോമ ബോണ്ടിംഗ് എന്ന് വിളിക്കാറുണ്ട്. ട്രോമ ബോണ്ടിംഗ്? അതെ. ഓൾഗയുടെ വാക്കുകൾ തന്നെ ശ്രദ്ധിക്കുക. അവർ പറഞ്ഞത്, എനിക്കവനെ വിശ്വസിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ്. ആ ഒരു പിടിവള്ളി മാത്രമായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്നത്. അങ്ങനെ അവർ വീണ്ടും ഒന്നിക്കാൻ തീരുമാനിക്കുന്നു. അവർ ഡൽഹിയിൽ നിന്ന് മാറി ഹിമാചൽ പ്രദേശിലേക്ക് താമസം മാറ്റുന്നു. അവിടെ ഓൾഗ ഒരു ജോലി കണ്ടെത്തുന്നു. സ്വന്തം അധ്വാനം കൊണ്ട് അവർ ആ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. കാര്യങ്ങൾ പഴയതുപോലെ ആകുമെന്ന് അവർ ആത്മാർത്ഥമായി വിശ്വസിച്ചു. ഒരു പുതിയ തുടക്കമെന്നവർ കരുതി കാണും. അതെ. എന്നാൽ ആ വിശ്വാസം വീണ്ടും തകർക്കപ്പെടുകയായിരുന്നു. സാമ്പത്തികമായി ഓൾഗ ഭർത്താവിനെ പിന്തുണയ്ക്കുന്ന സമയത്ത് അയാൾ തന്റെ പഴയ രീതികളിലേക്ക് തന്നെ തിരിച്ചുപോയി. വീണ്ടും ചതി. അതെ.
ഹിമാചലിലെ താമസത്തിനിടയിൽ ഓൾഗ ആ സത്യം മനസ്സിലാക്കുന്നു. അയാൾ മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലാണ്. അതുമാത്രമല്ല, ഏറ്റവും വലിയ ക്രൂരത എന്തെന്നാൽ ഓൾഗ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ആ സ്ത്രീയോടൊപ്പം അയാൾ ജീവിക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ? അതെ. ഓൾഗയുടെ പണം ഉപയോഗിച്ച് അയാൾ മറ്റൊരു ജീവിതം ആസ്വദിക്കുകയായിരുന്നു. ഇത് കൈയോടെ പിടികൂടിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായി. തെറ്റുപിടിക്കപ്പെടുമ്പോൾ സാധാരണയായി ആളുകൾ മാപ്പ് ചോദിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുകയോ ആണ് ചെയ്യുക. എന്നാൽ ഇവിടെ അയാൾ സ്വീകരിച്ചത് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതിരോധമായിരുന്നു. എന്തായിരുന്നു അത്? അയാൾ ഓൾഗയെ മാനസികമായി തകർക്കാൻ തീരുമാനിച്ചു. ഗ്യാസ് ലൈറ്റിംഗ് എന്ന വാക്കിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമായിരുന്നു പിന്നീട് അവിടെ നടന്നത്. ഗ്യാസ് ലൈറ്റിംഗ്, അതായത് ഒരാളെക്കൊണ്ട് സ്വന്തം ഓർമ്മകളെയും യാഥാർത്ഥ്യത്തെയും സംശയിപ്പിക്കുക. കൃത്യം. അയാൾ ഓൾഗ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തി അവളുടെ തൊഴിലുടമയെ കണ്ട് ഓൾഗയ്ക്ക് മാനസിക നില തെറ്റിയിരിക്കുകയാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്തൊരു ക്രൂരതയാണിത്! അയാളും ആ പുതിയ കാമുകിയും ചേർന്ന് ഓൾഗയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുവിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരാളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക, ഒപ്പം സമൂഹത്തിന് മുന്നിൽ അവരെ ഒരു മാനസിക രോഗിയായി ചിത്രീകരിക്കുക. ഇതൊരു സാധാരണ കാര്യമല്ല. വളരെ ആസൂത്രിതമായ ഒരാക്രമണമാണ്. ഓൾഗയെ പൂർണ്ണമായും തകർക്കുക, അവരുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. അതെ. വിസ ഇല്ലാത്തതിനാൽ മറ്റ് നിയമപരമായ പരിരക്ഷകൾ ലഭിക്കാൻ ഓൾഗയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. എന്നെ ഇല്ലാതാക്കാനും എന്നെ തകർക്കാനുമാണ് അവർ ശ്രമിച്ചത് എന്ന് ഓൾഗ പറയുമ്പോൾ അതിൽ 6 മാസത്തെ നരകയാതനയുടെ വേദന മുഴുവനുമുണ്ട്. തീർച്ചയായും. ഒടുവിൽ ഈ പോരാട്ടത്തിൽ താൻ പരാജയപ്പെടുകയാണെന്നും ഇനിയും ഇവിടെ തുടർന്നാൽ തന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നും ഓൾഗ തിരിച്ചറിഞ്ഞു. ആ നിമിഷത്തിലാണ് അവർ ആ വലിയ തീരുമാനമെടുക്കുന്നത്. എല്ലാം ഉപേക്ഷിക്കുക. ഇന്ത്യയിലെ ജീവിതം, PhD സ്വപ്നങ്ങൾ എല്ലാം വിട്ടെറിഞ്ഞ് സ്വന്തം നാടായ റഷ്യയിലേക്ക് മടങ്ങാൻ അവർ തീരുമാനിക്കുന്നു. കയ്യിലുള്ള കുറച്ചു പണം കൊണ്ട് അവർ ടിക്കറ്റ് എടുക്കുന്നു. വിമാനത്താവളത്തിലെത്തുന്നു. അതൊരു വലിയ ആശ്വാസമായിരുന്നിരിക്കും അവർക്ക്. അതെ. ലഗേജ് എല്ലാം ചെക്ക് ഇൻ ചെയ്ത് എമിഗ്രേഷൻ കൗണ്ടറിലേക്ക് നടക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സമാധാനം തോന്നിയിട്ടുണ്ടാകണം. ഈ നരകത്തിൽ നിന്ന് താൻ രക്ഷപ്പെടാൻ പോവുകയാണ്. ഇനി കുറച്ചു മണിക്കൂറുകൾ കൂടി മാത്രം. വിമാനത്തിൽ കയറാനായി കാത്തു നിൽക്കുമ്പോഴാണ് ഈ കഥയിലെ ഏറ്റവും അവിശ്വസനീയമായ അവസാനത്തെ ആണി അടിക്കപ്പെടുന്നത്. എന്തുപറ്റി? അധികൃതർ വന്ന് ഓൾഗയെ തടയുന്നു. അവരെ വിമാനത്തിൽ നിന്ന് ഡീബോർഡ് ചെയ്യുന്നു. വിമാനത്തിൽ നിന്ന് പുറത്താക്കിയോ? നിങ്ങൾ ഈ അവസ്ഥയൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. സ്വന്തം നാട്ടിലേക്ക് രക്ഷപ്പെടാൻ വിമാനത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ചു പുറത്താക്കുക. ഇതിന് കാരണമായി എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യമാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. അതെന്തായിരുന്നു? ഓൾഗയുടെ ഭർത്താവ് അവർക്കെതിരെ ഒരു മിസ്സിംഗ് പേഴ്സൺ പരാതി നൽകിയിരുന്നു. എന്ത്? ഭർത്താവോ? അതെ, തന്റെ ഭാര്യയെ കാണാനില്ല എന്ന് കാണിച്ച് ഭർത്താവ് പോലീസിൽ കേസ് കൊടുത്തിരിക്കുന്നു. ഇന്ത്യൻ നിയമപ്രകാരം പോലീസിൽ ഒരു വ്യക്തിയെ കാണാനില്ല എന്ന FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ വിമാനത്താവളങ്ങളിൽ ഒരു ലുക്കൌട്ട് സർക്കുലർ, അതായത് LOC, പുറപ്പെടുവിക്കാൻ കഴിയും. ഓഹോ. ഈ വ്യക്തി രാജ്യം വിട്ടുപോകുന്നത് തടയാനും അവരെ കണ്ടെത്തിയാൽ പോലീസിനെ വിവരമറിയിക്കാനുമുള്ള സംവിധാനമാണിത്. യഥാർത്ഥത്തിൽ ആളുകളെ കണ്ടെത്താനും ക്രിമിനലുകൾ രാജ്യം വിടുന്നത് തടയാനും വേണ്ടിയുള്ള വളരെ നല്ലൊരു നിയമമാണിത്. പക്ഷേ ആ നിയമമാണ് ഇവിടെ ഏറ്റവും വലിയ വില്ലനായി മാറിയത്. 6 മാസം യാതൊരു വിവരവുമില്ലാതെ മുങ്ങി നടന്ന സന്യാസിയായി വേഷം മാറിയ അതേ മനുഷ്യൻ തന്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നിയമത്തെ എത്ര സമർത്ഥമായാണ് ആയുധമാക്കിയത്. അതെ, വളരെ വിദഗ്ധമായി അവനത് ഉപയോഗിച്ചു. അവളെ തന്നിൽ നിന്ന് അകന്നുപോകാൻ അനുവദിക്കില്ല, അവൾ ഈ രാജ്യത്ത് തന്നെ കുടുങ്ങിക്കിടക്കണം എന്നയാളുടെ ദുശാഠ്യമാണിവിടെ ജയിച്ചത്. വിസ കാലാവധി കഴിഞ്ഞതിനാൽ ഓൾഗയ്ക്ക് ഇന്ത്യയിൽ തുടരാൻ കഴിയില്ല. എന്നാൽ പോലീസിൽ കേസുള്ളതുകൊണ്ട് ഇന്ത്യ വിട്ടുപോകാനും കഴിയില്ല. എന്തൊരു വിരോധാഭാസമാണിത്! നിയമങ്ങൾ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്നതിന്റെ ഏറ്റവും ഭയാനകമായ മുഖമാണിത്. വ്യക്തികളെ, പ്രത്യേകിച്ച് ദുർബലരായവരെ സംരക്ഷിക്കാൻ സൃഷ്ടിക്കപ്പെട്ട നിയമങ്ങൾ തന്നെ ചിലപ്പോൾ അവരെ ശ്വാസം മുട്ടിക്കുന്ന കഴുത്തറപ്പൻ കുരുക്കുകളായി മാറുന്നു. ശരിയാണ്. സ്പൗസൽ വിസ നിയമം വ്യാജ വിവാഹങ്ങൾ തടയാൻ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവിടെ അത് ഭർത്താവിന് ഭാര്യയുടെ മേൽ പൂർണ്ണ നിയന്ത്രണം നൽകി. മിസ്സിംഗ് പേഴ്സൺ പരാതി കാണാതായവരെ കണ്ടെത്താനുള്ളതാണ്. പക്ഷേ ഇവിടെ അത് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇരയെ തിരികെ വേട്ടക്കാരന്റെ മുന്നിൽ എത്തിക്കാനുള്ള വലയായി മാറി. നിലവിൽ ഈ വ്യാജ പരാതി റദ്ദാക്കാനും
തന്റെ വിസാ പ്രശ്നങ്ങൾ പരിഹരിച്ച് നാട്ടിലേക്ക് മടങ്ങാനുമുള്ള നിയമപരമായ പോരാട്ടത്തിലാണ് ഓൾഗ ഇപ്പോൾ. അവരുടെ ഈ പോരാട്ടം എളുപ്പമായിരിക്കില്ല എന്ന് നമുക്കറിയാം. നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങിപ്പോയതേയും പ്രതീക്ഷകൾ അസ്തമിച്ച ഒട്ടേറെ മനുഷ്യരുടെ പ്രതിനിധിയാണ് ഇന്ന് ഓൾഗ. അവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വൈറലായതുകൊണ്ട് മാത്രമാണ് ഈ കഥ പുറം ലോകം അറിഞ്ഞത്. ഇതേപോലെ പുറത്തറിയാത്ത എത്രയോ കഥകൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടാവും. തീർച്ചയായും ഒരുപാട് പേർ ഇങ്ങനെ ശബ്ദമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാകും. നമ്മളിവിടെ ആരെയും കുറ്റപ്പെടുത്തുകയോ ഏതെങ്കിലും രാജ്യത്തിന്റെ നിയമങ്ങളെ അപ്പാടെ തള്ളിപ്പറയുകയോ അല്ല ചെയ്യുന്നത്. മറിച്ച് വ്യവസ്ഥിതികൾക്കുള്ളിലെ ഇത്തരം പഴുതുകൾ എങ്ങനെയാണ് മനുഷ്യജീവിതങ്ങളെ തകർക്കുന്നത് എന്ന് പരിശോധിക്കുക മാത്രമാണ്. അതെ, നിയമങ്ങൾ പാലിക്കപ്പെടണം, പക്ഷെ അത് മനുഷ്യത്വത്തെ ഇല്ലാതാക്കാൻ ഉപയോഗിക്കരുത്. ഈ ഡീപ് ഡൈവ് അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഥയിലെ എല്ലാ സംഭവങ്ങളും വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്നതായി തോന്നിയതെന്താണ്? വ്യക്തികൾ തമ്മിലുള്ള വഞ്ചനയാണോ, അതോ നമ്മെ സംരക്ഷിക്കേണ്ട നിയമങ്ങൾ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മളെ തടവിലാക്കാൻ ഉപയോഗിക്കപ്പെടാം എന്ന തിരിച്ചറിവാണോ? അതൊരു വലിയ ചോദ്യമാണ്. അതെ, ഇതുകുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ ചിന്തകളും നിഗമനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അറിവ് നമ്മളെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കട്ടെ. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. നന്ദി.